ഇത്രയും നാളത്തേതില് ഇത്തവണത്തെ വിഷു ആയിരുന്നു കേട്ടോ ഒത്തിരി സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്. ചിലപ്പോ മാമാട്ടി കൂടെ ഉണ്ടായിരുന്നോണ്ടാവാം. അത്യാവശ്യം വലുതായപ്പോഴേക്കും വിഷുവിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ പിന്നെ വന്നത് ഇത്തവണയാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഒരുപാട് അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നേ. അവരൊക്കെ കണ്ട് അവരോട് സംസാരിച്ച് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ അമ്മമ്മയ്ക്കും കൈനീട്ടം കൊടുക്കാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആടുണ്ട്. മാമാട്ടിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. വിഷു ആയിട്ട് ഞാനും ഓപ്പോസും നല്ല ചെത്ത് വേഷത്തിലും മാമാട്ടിനെ എനിക്ക് അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഒട്ടും ഒരുക്കാത്ത പോലെ തോന്നി. കാരണം സമയമില്ലായിരുന്നേ. അതുകൊണ്ട് കൃഷ്ണനായിട്ട് ഒരുക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം ഇത്തിരി സമയം കിട്ടിയപ്പോഴേക്ക് അവളെ ഒന്ന് കൃഷ്ണനാക്കിയിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ് കല്ലൂനാണ് കേട്ടോ. അവളാണ് അവൾ അങ്ങനെ ഒരുക്കിയത്. പക്ഷെ സാധനം പാളിപ്പോയി. അവള് ബഹളമായിരുന്നു. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞീഷ്ണൻ ചതിച്ചു ഗൈസ്. എന്റെ ദൈവമേ, ചക്രം പൊട്ടിക്കുമ്പോ മാമാട്ടിയുടെ സന്തോഷം നിങ്ങളൊന്ന് കാണണം കേട്ടോ. വിഷുവിന് നമ്മുടെ ഇവിടെ കൈനീട്ടം കൊടുക്കൂട്ടാ. നിങ്ങളുടെയും കൊടുക്കുന്നുണ്ടെ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ മാമാട്ടിക്ക് ഒത്തിരി കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. മാമാട്ടിയുടെ 2 കുഞ്ഞമ്മമാര് മാമാട്ടിക്ക് കൈനീട്ടം കൊടുത്തതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത്. നൈറ്റ് ആയപ്പോഴേക്കും നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് പടക്കം പൊട്ടിച്ചേ. നല്ലൊരു വിഷയം അങ്ങനെ പിള്ളേർ സെറ്റ് ആയിട്ടൊക്കെ അടിച്ചു പൊളിച്ച് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയേ.